അയോധ്യയിലെ രാമക്ഷേത്രം ചരിത്രപരമെന്ന് ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നഡ്ഡ. രാമരാജ്യം 1000 വർഷത്തിനുള്ളിൽ സാധ്യമാക്കുന്നതിനുള്ള തുടക്കമാണ് അയോധ്യയിലെ രാമക്ഷേത്രമെന്നും നദ്ദ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, ജെ.പി. നദ്ദ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് മാലയിട്ട് സ്വീകരിച്ചു. ബി.ജെ.പി. ദേശീയ കൗൺസിൽ യോഗം ഇന്ന് സമാപിക്കും. നോബിൾ മാരിക്കാരനുണ്ട്. നോബിൾ, 2013 ഒരു ദേശീയ കൗൺസിലിൽ വെച്ചാണ് നരേന്ദ്രമോദിയെ ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് മുഖമായി ഉയർത്തിക്കാട്ടുന്നത്. ദേശീയ കൗൺസിൽ യോഗങ്ങൾ ആ വിധത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കമായി നടത്തുന്ന ദേശീയ കൗൺസിൽ യോഗങ്ങൾ. ഇന്നിപ്പോൾ ഈ യോഗത്തിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചർച്ചകൾ എന്തൊക്കെയായിരുന്നു? മോദി എപ്പോഴാണ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുക? ബി.ജെ.പി. ദേശീയ യോഗം ദില്ലിയിൽ പുരോഗമിക്കുകയാണ്. യോഗത്തിൽ ഇന്നിപ്പോൾ ജെ.പി. നദ്ദ, അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ഇതിനോടകം തന്നെ സംസാരിച്ചു കഴിഞ്ഞു. പ്രധാനമായും നേതാക്കൾ രാമക്ഷേത്രം അടക്കമുള്ള വിഷയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടാണ് പ്രസംഗം മുന്നോട്ട് കൊണ്ടുപോയത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ബിനി സൂചിപ്പിച്ചതുപോലെ തന്നെ 2013 പ്രധാനമന്ത്രി ഒരു മുഖമായി ഉയർത്തിയത് ഇത്തരത്തിൽ ഒരു ദേശീയ കൗൺസിൽ യോഗത്തിലായിരുന്നു. അതേപോലെ തന്നെ വലിയ രീതിയിൽ തന്നെ ഒരു ആത്മവിശ്വാസമുള്ള ഒരു ദേശീയ കൗൺസിൽ യോഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രധാനമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ മികച്ച വിജയം അവകാശപ്പെടുന്ന ഒരു ദേശീയ കൗൺസിൽ യോഗം കൂടിയാണ്. ഏത് തരത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാവുകയും ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും ഒപ്പം മാർഗനിർദ്ദേശങ്ങളും ഒക്കെ നേതാക്കൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ദേശീയ കൗൺസിൽ യോഗത്തിൽ അയോധ്യ രാമക്ഷേത്രം ചരിത്രപരമായ ഒന്ന് എന്നാണ് ജെ.പി. നദ്ദ വ്യക്തമാക്കിയിരിക്കുന്നത്. 1000 വർഷത്തിൽ രാമരാജ്യം സാധ്യമാക്കുന്നതിനുള്ള തുടക്കമാണ് രാമക്ഷേത്ര നിർമ്മാണം എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ അതിന് പിന്നാലെ സംസാരിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആയിരുന്നു. അമിത്ഷായുടെ പ്രസംഗത്തിൽ അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ഇന്ത്യ സഖ്യത്തിനെതിരായ വിമർശനങ്ങളാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിനെതിരെയും രൂക്ഷ വിമർശനം ഉണ്ടായി. പ്രത്യേകിച്ച് രാമക്ഷേത്രം അടക്കമുള്ള വിഷയങ്ങളെടുത്ത നിലപാടൊക്കെ, പ്രതിപക്ഷ പാർട്ടിയുടെ നിലപാടൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിമർശനം ഉണ്ടായത്. 7 സഖ്യങ്ങൾ എന്ന് പറയുന്നത് 7 കുടുംബങ്ങളുടെ സഖ്യമാണ് എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിമർശിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിൽ ഉള്ളത് കുടുംബ പാർട്ടികളുടെ കൂട്ടായ്മയായ സഖ്യമാണ്. 10 വർഷത്തിനുള്ളിൽ കുടുംബ പാർട്ടിയെയും അതോടൊപ്പം തന്നെ അഴിമതിയെയും പ്രീണന രാഷ്ട്രീയത്തെയും ജാതിവാദത്തെയും മോദി ഇല്ലാതാക്കി എന്നും ഇന്നിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നു. യു.പി.എ. കാലത്ത് ആകാശത്തും ഭൂമിയിലും പാതാളത്തിലും സമുദ്രത്തിലും ഒരുപോലെ അഴിമതി നടന്നു എന്ന വിമർശനമാണ് ഇന്നിപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തെ ഉൾപ്പെടെ അദ്ദേഹം പരാമർശിച്ചു. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എന്നും പ്രധാനപ്പെട്ടതാണ്. കേരളത്തിൽ 100-ൽ-അധികം ബി.ജെ.പി. പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കുന്നത്. രാഷ്ട്രീയ കൊലപാതകങ്ങളും സംഘർഷവും നടക്കുന്നത് ഇന്ത്യ മുന്നണി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. പ്രത്യേകിച്ച് പഞ്ചാബിൽ ഉൾപ്പെടെ പശ്ചിമ ബംഗാളിൽ ഉൾപ്പെടെ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. എന്താണെങ്കിലും വലിയ രീതിയിലുള്ള ഇത്തരത്തിൽ പ്രത്യേകിച്ച് ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ഷണം പ്രതിപക്ഷ പാർട്ടികൾ നിഷേധിച്ചു, പ്രത്യേകിച്ച് കോൺഗ്രസ് നിഷേധിച്ച് പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ് എന്നടക്കമുള്ള കാര്യങ്ങളും അത്തരത്തിൽ വിമർശനങ്ങളും ഇന്നിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഭാഗത്ത് ഉണ്ടായി. ഇന്നിപ്പോൾ ഉച്ചയോടുകൂടി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തെ അഭിസംബോധന സംസാരിക്കും. അതുപോലെ ദേശീയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി.ജെ.പി. ദേശീയ കൗൺസിൽ യോഗത്തെ അഭിസംബോധന ചെയ്യും. നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്. തീസര ബാർ 400 ബാർ, അതായത് 3-ാം തവണ 400-ലധികം സീറ്റുകൾ എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്കാണ് ബി.ജെ.പി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്നെടുക്കുന്നത്.